ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നാട്ടിലെത്തിയ ശേഷമുള്ള ഫസ്റ്റ് ഡേ ആണ് കേട്ടോ. ഇന്ന് രാവിലെ തന്നെ എത്തിയതേ ഉള്ളൂ ഞങ്ങൾ. അപ്പോൾ ഞാൻ വീട്ടിൽ വന്നു, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഒന്ന് പുറത്തൂടെയൊക്കെ ഇങ്ങനെ ഇറങ്ങി നടക്കുക കേട്ടോ. ഇതെൻ്റെ ബ്രൗണിക്കുട്ടനാണ്, ഇവൻ്റെ പേര് ബ്രൗണി എന്നാണ് കേട്ടോ. ഞാൻ ഇവനെ ഒരു കണ്ണ് തുറക്കുന്നതിന് മുന്നേ തന്നെ സത്യം പറഞ്ഞാൽ ഇവൻ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഞാനിങ്ങനെ വളർത്തിയതാണ്. ഇപ്പം ഞാനെന്നിട്ട് സൗദിയിൽ പോയ സമയത്ത് ഞാനിവനെ എൻ്റെ അമ്മയെ ഏൽപ്പിച്ചു കേട്ടോ. പക്ഷേ ഇവൻ രാവിലെ വന്നപ്പോൾ ഭയങ്കര സ്നേഹമായിരുന്നുണ്ട്. ഇപ്പോൾ ആകെ സൈലൻ്റായി ഇങ്ങനെ നിൽക്കുവാണ് ആൾ. ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്തൂടെയൊക്കെ ഞാനിങ്ങനെ നടക്കുക കേട്ടോ. ഇങ്ങനെ ചെറുതിലെ നമ്മൾ കണ്ട് വളർന്ന് കളിച്ച് വളർന്ന സ്ഥലമാണ്. അപ്പോൾ അതൊന്ന് 2 വർഷത്തിന് ശേഷം കണ്ടപ്പോൾ ഒരു നൊസ്റ്റാൾജിക്. അപ്പോൾ ഞങ്ങളിതേ വീടിൻ്റെ സൈഡിൽ കൂടെ, ഇവിടെയാണ് ഞങ്ങൾ വണ്ടി ഇടുന്ന സ്ഥലമാണ് കേട്ടോ. നിങ്ങൾ ചെറിയൊരു കാർ പോർച്ച് എന്നൊക്കെ പറയാം. അപ്പോൾ ഞങ്ങൾ മഴയുള്ളപ്പോൾ തുണിയൊക്കെ അലക്കി വിരിക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഞങ്ങളൊരു ഇത് ചെയ്തതാണ്. വണ്ടി വരുമ്പോൾ ഞങ്ങൾ വരുമ്പോൾ നാട്ടിൽ വരുമ്പോൾ ഞങ്ങൾ വണ്ടി ഇങ്ങനെ ഇവിടെ ഇടാറുണ്ട്. അപ്പോൾ ഇത് വഴിയൊക്കെ ഇങ്ങനെ നടന്ന് ഞങ്ങൾ മുറ്റത്തൂടെ ഒക്കെ ഇങ്ങനെ നടന്ന് ഞങ്ങളുടെ വീടിൻ്റെ പരിസരമൊക്കെ ഇങ്ങനെ കണ്ടിങ്ങനെ നടക്കുക കേട്ടോ. ഇത്ര ഉറങ്ങാണ്ട് വന്നതാണെങ്കിലും ഉറങ്ങാനേ തോന്നുന്നില്ല. ഇത്രയും വർഷം കൂടിയിരുന്ന് കണ്ടതുകൊണ്ടായിരിക്കും ഉറക്കമൊക്കെ അങ്ങ് പോയിട്ട്. വന്നപ്പോൾ നല്ല ഉറക്കക്ഷീണമായിരുന്നു. ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഉറക്കക്ഷീണമൊക്കെ പോയി. അപ്പോൾ മുറ്റത്തൂടെയൊക്കെ ഞാനിങ്ങനെ കണ്ടു നടക്കുക കേട്ടോ. എന്ത് ഭംഗിയാണെന്നറിയോ, ഇങ്ങനെ കുറേ ദിവസത്തിന് ശേഷം ഇങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെ ചെറിയ മഴ പെയ്തു ഇന്ന് രാത്രി. അപ്പോൾ ചെറിയൊരു വെയിലൊക്കെ ഇങ്ങനെ ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ മുറ്റത്തൂടെയൊക്കെ നടക്കുക കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ ആദ്യമായിട്ട് റംബൂട്ടാൻ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. ഇതിന് മുന്നേ റംബൂട്ടാൻ കഴിക്കാറുണ്ട് എല്ലാ വർഷവും, പക്ഷെ എനിക്ക് ആദ്യമായിട്ടാണ് കിട്ടിയത്. അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ അമ്മ നല്ല അടിപൊളി പച്ച മാങ്ങയൊക്കെ ഉപ്പിലിട്ട് അരിഞ്ഞ് മുളക് പൊടി ഉപ്പൊക്കെ പുരട്ടി ഞങ്ങൾക്ക് തന്നേക്കുക. ഞങ്ങളതും തട്ടി. അടിപൊളിയാണ് ഗൈസ്, സൂപ്പർ. അത് കഴിഞ്ഞ് ഞങ്ങൾ രാത്രിയായപ്പോൾ അങ്ങനെ ഒരു ദിവസം ഫുള്ള് ഞങ്ങൾ പോയി നൈറ്റ്. അപ്പോൾ ഞങ്ങൾ ചിക്കനൊക്കെ ഒന്ന് ഗ്രില്ല് ചെയ്താന്ന് വെച്ചു. അങ്ങനെ കുറച്ച് ചിക്കനൊക്കെ മേടിച്ച് ഞങ്ങളിങ്ങനെ അമ്മയൊക്കെ ആയിട്ട്, കാരണം ഞങ്ങൾ സൗദിയിൽ ഇത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ടെങ്കിലും ഇവിടെ വന്ന അമ്മയൊക്കെ ആയിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം ഞങ്ങളൊന്ന് ഗ്രില്ലൊക്കെ ചെയ്ത് കഴിച്ച് അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ഞങ്ങൾ അവസാനിപ്പിക്കാമെന്ന് കരുതി. അപ്പോൾ ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഏകദേശം പാകാകാറായിട്ട്, ഹാഫ് കുക്കായി. അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി നല്ല അടിപൊളിയായിട്ട് വരട്ടെ. നല്ല പുകയുണ്ടായിരുന്നു. ഞങ്ങൾ സൈഡിൽ മാറി നിൽക്കുമായിരുന്നു കേട്ടോ. അതാണ് വീഡിയോയിൽ ഇല്ലാത്തത്. ഇപ്പോൾ ദിയാക്കുട്ടിയുണ്ട്, ദിയാമോളിങ്ങനെ സൈഡിൽ നിൽപ്പുണ്ട്, അമ്മയുണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ. ഞങ്ങൾ ബ്രഷ് ഇല്ലാത്തത് കൊണ്ട്, ചിക്കനിലിങ്ങനെ ബ്രഷ് തേച്ച് കൊടുക്കുന്ന ഇല്ലാത്തത് കൊണ്ട് ഞങ്ങളിങ്ങനെ കുറേശ്ശെ എണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമായിരുന്നു, എത്തിക്കുമായിരുന്നു അതിനകത്തേക്ക്. അപ്പോൾ നമ്മൾ ഗ്രില്ലൊക്കെ കഴിച്ച് സെറ്റായി. പിറ്റേ ദിവസമാണ് കേട്ടോ ഇത്. പിറ്റേ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു കേട്ടോ, സൗദിയിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിയാണ്. അപ്പം അവളുടെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ കുറച്ച് ചോക്ലേറ്റൊക്കെ മേടിച്ച് തന്നു. മോളെ ഒന്ന് സർപ്രൈസായിട്ട് പോയി കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ മോളെ കാണാൻ പോയതാട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ചേട്ടായിയുടെ വീട്ടിൽ പോയി. എൻ്റെ ചേട്ടൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ വീട്ടിലാണ്. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് അവർ സദ്യയൊക്കെ റെഡിയാക്കി വെച്ചേക്കും കേട്ടോ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം വന്നത് സീനാണ് കേട്ടോ. ഇത് 3ാമത്തെ ദിവസത്തെ കേട്ടോ. ഞങ്ങൾ വയ്യാണ്ടൊരു ഹോസ്പിറ്റലിൽ പോയതാണ്, പക്ഷേ ഹോസ്പിറ്റലൈസ്ഡായിപ്പോയി. ഒരു സർജറിയൊക്കെ വേണ്ടി വന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.